ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് സാലിയ, മരിയ സാലിയ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. സെൻറ്റ് മൈക്കിൾസ് ഇടവകാംഗമാണ്. ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പരിശുദ്ധ അമ്മ വഴി എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. അതെല്ലാം സഹോദരി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 30/5/2023 തീയതിയിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. പരിസമ്മ എന്നെ പേര് ചൊല്ലി വിളിച്ച പോലെയാണ് ഞാൻ കൃപാസനം ഈ ഒരു പത്രം എനിക്ക് എൻ്റെ പിറന്നാൾ, എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എനിക്കത് കിട്ടിയത്. അതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത് 5 മാസം കഴിഞ്ഞിട്ട് മാത്രമാണ്. മെയ്യിലാണ്, ഡിസംബർ 2022 ആദ്യമായി എനിക്ക് ഒരു പത്രം എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു സാർ വഴി എനിക്ക് കിട്ടിയത്. അന്നേരം ഞാൻ അതിൻ്റെ വില അത്രയും മനസ്സിലാക്കിയില്ല. 5 മാസം എടുത്തു ഞാൻ എൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ. അങ്ങനെ മെയ് മാസം 7-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ആ മാസം തന്നെ മെയ് മാസം 30-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അത് അനുഭവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പക്ഷേ തികച്ചും അന്യായമായ കാര്യങ്ങളാൽ എനിക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കെ തന്നെ എൻ്റെ പ്രൊമോഷൻസ് എല്ലാം എനിക്ക് കിട്ടാതെ ആയ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഒരു പ്രൊമോഷൻസും എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ക്വാളിഫിക്കേഷൻസ് ആണെങ്കിൽ 100% ആണ് താനും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഓരോ തവണയും പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഓരോ പെറ്റീഷൻസ് കൊടുക്കുമ്പോഴും ഞാൻ ജോസഫ് അച്ഛൻ വന്ന് കാണുമായിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എടുക്കുമായിരുന്നു. പക്ഷേ അച്ഛനൊന്നും ഒരിക്കലും എൻ്റെ അടുത്തൊന്നും പറയുമായിരുന്നില്ല. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഓരോ പെറ്റീഷൻസ് എല്ലാ മിനിസ്റ്റേഴ്സിനും ഞാൻ കൊടുക്കുമായിരുന്നു. ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ അത്രയും സുന്ദരമായിട്ടാണ് ഞാൻ പ്രാർത്ഥനയും എൻ്റെ എല്ലാ കൃപാസനത്തിലും നമ്മൾ അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തിരുന്നത്, ഒരു വിട്ടുവീഴ്ചയില്ലാതെ. പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനെ കളിയാക്കുമായിരുന്നു, എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താണ് ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ 5-ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. അമ്മ എന്നോട് നേരിട്ട് പറയുന്ന പോലെ തോന്നി, മോളെ ഇനി ഇത്രയും മതി, ഇനി ഞാൻ നിനക്ക് വേറൊരു പ്ലാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് വ്യക്തമായി ബോധ്യമായി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണെന്ന്. അങ്ങനെ ഞാൻ ഒരു വലിയൊരു തീരുമാനം എടുക്കുകയാണ്, ജോലിയിൽ നിന്ന് രാജിവെക്കുക, നിർത്തുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയിൻലി സ്ട്രെസ്സ് കാരണം കൊണ്ടുള്ള ക്ഷീണം, അസ്വസ്ഥത എല്ലാം. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ എങ്ങനെ നിറവേറ്റും? എനിക്ക് അസ്വസ്ഥതകളുണ്ട്. ഞാൻ അത്രയും നന്നായിട്ട് എൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്രയും മതിയാക്കാം, ഇനി 6 വർഷത്തെ സർവീസുണ്ട്, പക്ഷേ ഇത്ര വെച്ച് നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ അമ്മയുടെ അനുഗ്രഹത്താലെ ഒരു വലിയൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഞാനതിൻ്റെ അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള റിക്വസ്റ്റെല്ലാം എൻ്റെ ജോലി സ്ഥലത്തിലേക്ക് ഞാനത് കൈമാറി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ അടുത്ത് വ്യക്തമായി പറയണം, മോളെ എന്തുകൊണ്ട് നിനക്കെന്ന് പുറത്തുപോയി പഠിച്ചുവിടാം. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് അമ്മ തന്നെ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി അത്ഭുതകരമായിട്ട് കാണിച്ചു തന്നു. അത്ഭുതകരമായിട്ട് എനിക്ക് 50 വയസ്സുണ്ട്. ഈ 50ാമത്തെ വയസ്സിൽ ഞാൻ പഠനത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് വരികയാണ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട്. അമ്മ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഞാൻ LOR എങ്ങനെ എടുക്കും അമ്മേ? അപ്പോൾ ഞാൻ അറിഞ്ഞത് എനിക്ക് ഒരു LORൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ LOR കിട്ടാൻ വേണ്ടി ഞാൻ 25 വർഷം മുമ്പ് പഠിച്ച എൻ്റെ കോളേജിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ എൻ്റെ അടുത്ത് വളരെ സ്നേഹപൂർവ്വം, അങ്ങനെയൊക്കെ നടക്കുക അത്ഭുതമാണ്. കാരണം എന്നെ പഠിപ്പിച്ചിട്ടില്ല സിസ്റ്റർ. ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്ററിനെ പറ്റിയുള്ള സ്നേഹം, അവർ പറഞ്ഞിട്ടുള്ള എന്നെ പറ്റിയിട്ടുള്ള അറിവ്, ഇത് മാത്രമേ ആ സിസ്റ്ററിനുള്ളൂ. പക്ഷേ ആ സിസ്റ്റർ ഒരു അമ്മയെപ്പോലെ സിസ്റ്ററാണ്. എനിക്ക് LOR റെഡിയാക്കി തരികയായിരുന്നു.
LOR എഴുതിയപ്പോൾ അതിനകത്ത് ഞാൻ അന്നേരം എന്തൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് എന്തൊക്കെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എലക്യൂഷന് ഫസ്റ്റ് റാങ്ക് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. സിസ്റ്റർ അതോടെ ഞാൻ എഴുതി. പക്ഷേ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു ഫസ്റ്റ് റാങ്ക്. അപ്പം എൻ്റെ മനസ്സിൽ തന്നെ വരുന്നുണ്ട്, ഫസ്റ്റ് റാങ്ക് അല്ല, എനിക്ക് സെക്കൻഡ് പ്ലേസ് ആയിരുന്നല്ലോ. പിന്നെ അതുകൂടാതെ അമ്മ പറയണം, നിനക്ക് വേറെ LOR കൂടെ ആവശ്യമുണ്ട്, 2 എണ്ണം വേണ്ടതാണ്, 2 എണ്ണത്തിനായിട്ട് നീ ചെന്നേ പറ്റൂ. അടുത്ത ദിവസം ഞാൻ അതേ സിസ്റ്ററിൻ്റെ അടുത്ത് 2ാമത് പോവാണ്. സിസ്റ്റർ എനിക്ക് 1 എണ്ണം കൂടെ വേണം. പിന്നെ അതുകൂടാതെ സിസ്റ്റർ എനിക്ക് ഫസ്റ്റ് റാങ്ക് അല്ല ഉള്ളത്, സെക്കൻഡ് റാങ്കാണ്, അത് കറക്റ്റ് ചെയ്യാൻ വേണം. സിസ്റ്റർ അതെനിക്ക് ചെയ്തു തന്നു. വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ സിസ്റ്റർ മനോഹരമായിട്ട് എനിക്ക് ആ 2 LORസും റെഡിയാക്കി തരുമായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് എനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് എനിക്കവിടെ അമ്മ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്തു തരികയാണ്. ആ സിസ്റ്ററിൻ്റെ പ്രസൻസ് എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. കാരണം ഒരു പ്രിൻസിപ്പളാണ്, പക്ഷേ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി പോയി എല്ലാം തയ്യാറാക്കി തരികയായിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് എൻ്റെ പേപ്പർ വർക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ വിത്തിൻ ഡേയ്സ് പൂർത്തിയാവുകയാണ്. എന്നിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് കോളേജിൻ്റെ കുറച്ച് വർക്ക്സും കൂടെ ഉണ്ടായിരുന്നു. ഇത് നടക്കുന്നത് മെയ് മാസം 2-ാം തീയതി. മെയ് മാസം 3-ാം തീയതി എൻ്റെ അപ്പച്ചൻ നിര്യാതനാവുകയാണ്. അപ്പോൾ നാച്ചുറലി അതിനുശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൻ്റെതായിട്ടുള്ള വേറൊരു ജീവിതാവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് പരിശ്രമം എല്ലാം ക്രമീകരിച്ചു. കാരണം എൻ്റെ കോളേജിൽ കൊടുക്കേണ്ട എൻ്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സ് എനിക്ക് വളരെ മുൻപേ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് മനോഹരമായിട്ട് ഓരോന്നായിട്ടും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് മെയ് 3-ാം തീയതി എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ മരണപ്പെടുന്നത്. അതിനുശേഷമുള്ള സമയം എനിക്ക് അപ്പച്ചൻ്റെ ഒത്തിരി അനുഗ്രഹം കൂടെ ഉണ്ടെന്ന് എനിക്ക് പറയാം. മെയ് മാസം 8-ാം തീയതി എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ഞാൻ സബ്മിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുകയാണ്. ഇത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ്. മെയ് 7-ാം തീയതി 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. മെയ് 8-ാം തീയതി എൻ്റെ ഒരു വർഷം തികയണ തൊട്ടടുത്ത ദിവസം അമ്മ എനിക്ക് അമ്മയുടെ വഴി കാണിച്ചു തന്നു. എനിക്കത് ഒത്തിരി ആശ്വാസമായിപ്പോയി. അതിനുശേഷം അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രീകാസ് ഇൻ്റർവ്യൂ നടന്നു. അത് നടന്ന് അന്നത്തെ ദിവസം തന്നെ പ്രീകാസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നത്തെ ദിവസം രാവിലെ UK ടൈം ഒരു 10 മണി എന്തോ ആയിരുന്നു, ഇന്ത്യൻ ടൈം ആവട്ടെ 2:30 മണി. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. 2:30 എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ. അന്നേരം ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതെങ്ങനെ പോകും എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ടീംസ് ആയിരുന്നു അതിൻ്റെ മീഡിയം. ഞാൻ ടീംസിൽ അത്രയും സ്കിൽഡ് അല്ല. ഞാൻ കൂടുതലും ഗൂഗിൾ മീറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേവിട്ടാണ് ചെയ്യുന്നത്. എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിരുന്നെങ്കിലും എനിക്ക് വീട്ടിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ വളരെ ദൗർഭാഗ്യമായിട്ട് ഹസ്ബൻഡിന് അന്ന് വരാൻ പറ്റിയില്ല, അവരുടെ ജോലിയുടെ തിരക്ക് കാരണം കൊണ്ട്. ചുരുക്കത്തിൽ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ റൂമിൻ്റെ ചിലപ്പോൾ വ്യൂ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും, പിന്നെ അന്നത്തെ ദിവസം പാസ്പോർട്ട് എടുത്ത് കയ്യിലെടുത്ത് വെക്കണം, അങ്ങനെ റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒത്തിരി ലൈഫ് ട്രബിൾഡായിരുന്ന സമയത്തുകൊണ്ട് റൂമൊക്കെ ആകെ ഒരവസ്ഥയിലായിരുന്നു. അതെല്ലാം വൃത്തിയായി, ഞാനൊന്ന് വൃത്തിയായി. എല്ലാവർക്കും വന്നപ്പോൾ ഏകദേശം 2:15 ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല, ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തപ്പോഴേക്കും അത് ബഫർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആകെ വറീഡായി. എന്നിട്ട് ഭാഗ്യവശാൽ അത് ഓക്കെ ആയി ഓണായി വന്നപ്പോൾ ഇവിടെ ഈ ടീംസിൻ്റെ ലിങ്ക് എനിക്ക് എത്ര നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ല. ടെൻഷൻ കൂടിയിട്ടോ എന്തുകൊണ്ടോ അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ അമ്മയുടെ അടുത്ത് കുറിച്ച്, അമ്മ എനിക്ക് ഇനി ഇതുപോലെ ലീവൊന്നും കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് ഓപ്പണായി കിട്ടിയില്ലെങ്കിൽ ടെൻഷനായി, അമ്മ അതൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അടുത്ത നിമിഷം എൻ്റെ ടീംസിൻ്റെ ലിങ്ക് ഓപ്പണായി വന്നു. ഞാൻ വശത്ത് കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ വുമൻ, ആൻഡ് ഷി വാസ് ഡ്രസ്ഡ് ഇൻ ബ്ലൂ, ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഡീഡ് it actually gave me the presence of Mother Mary. And in the next almost 30 minutes I had a beautiful conversation with that woman, and it was almost like talking to a friend, a long lost friend, and it was a beautiful experience. And her name was Jane, and she just asked me about my intention, what I wanted to do there, and my objective in taking this course. And we had a pleasant conversation, and it ended sometime by 2:55.
And even though I felt that as a beautiful experience, I felt there were certain streaks of fault in my conversation. And I know that a non-native speaker won't be able to find any single fault there, but a native speaker may find certain expressions of mine faulty. So I was a bit worried about all those. And all those expressions were, actually it happened, all on a sudden, due to the online interview stress and other matters. So I was a bit worried about the result. So once the interview was over, by 2:55, I switched off my gadget and I was totally down. I fell asleep. അപ്പോൾ നടക്കുമ്പോൾ 3 മണി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു. ഒരു 5:15 ഞാൻ ഞെട്ടി എഴുന്നേക്കുന്നത്. അപ്പോൾ 5:30 എനിക്ക് മാസിന് പോകണം. അപ്പോൾ 5:30 കുർബാനയ്ക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ. ഞാൻ വേഗം കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം ഞാൻ കുർബാനയ്ക്ക് കിട്ടിയ ഒരൊറ്റ ഓട്ടോ പോക്കായിരുന്നു. ഡ്രൈവ് ചെയ്ത് എങ്ങനെയോ മാതാവിനെ എത്തിച്ചു. തിരക്കുള്ള വഴി കൂടി പാലാരിവട്ടത്ത് ഞാൻ മാസിന് റൈറ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തിയാണ്. കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. 6:15, 6:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. എൻ്റെ നെറ്റ് ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രീകാസ്റ്റ് ഇൻ്റർവ്യൂവിന് ജയിച്ചു, ഐ ഹാവ് സക്സീഡഡ് ഇൻ യുവർ ഇൻ്റർവ്യൂ എന്നുള്ള മെയിലാണ് വന്ന് കിടക്കുന്ന ടൈം ആവട്ടെ 2:59 PM. സോ വിത്തിൻ മിനിറ്റ്സ് ഐ ഗോട്ട് ദ റിസൾട്ട്. അതാണ് എൻ്റെ പ്രീകാസ്റ്റ് റിസൾട്ട്. അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് വിസയുടെ ഇൻ്റർവ്യൂ വന്നു. വിസയുടെ ഇൻ്റർവ്യൂ ജൂലൈ 23 അതും അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യേക പ്രസൻസ് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി കാശുരൂപമൊക്കെ മുറുകെ പിടിച്ച് തന്നെയാണ് പോയത്, പ്രാർത്ഥിച്ച് തന്നെയാണ് പോയത്. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ഉടനെ തന്നെ എനിക്ക് മെയിൽ വരികയാണ്. അന്നത്തെ ദിവസമല്ല, 24th മെയിൽ വരികയാണ്. മെയിൽ വന്നപ്പോൾ 24th മെയിലിനകത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ആ അറ്റാച്ച്മെൻറ്റിലെ ഡേറ്റ് 23 അതിനകത്ത് വരുന്നത് യു ഹാവ് ക്വാളിഫൈഡ് ആൻഡ് യു ക്യാൻ സെക്യൂർ യുവർ വിസ ഓൺ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം 26 എനിക്ക് വിസ ഡെലിവേർഡായി കിട്ടുകയാണ്. അപ്പോൾ അമ്മ മാതാവിൻ്റെ പ്രസൻസ്, ആ ഒരു അനുഗ്രഹം കൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വിടുതൽ കിട്ടാനായിട്ടുള്ള, ഇവിടുന്ന് വിടുതൽ കിട്ടാനും പുതിയൊരു ലൈഫിലേക്ക് പോകാനായിട്ടുള്ള അതിനുവേണ്ടി ഒത്തിരിയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓഗസ്റ്റ് 5 ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ചെന്നൈയിലുള്ള മോൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി വളരെ വൈകി 12 മണിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രൂപക്കോട്ടിൽ ലൈറ്റ്, മറ്റേ ചെറിയ പിൻ ലൈറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കേഞ്ചൽസിൻ്റെ രൂപങ്ങൾ, പരിസ്ഥമ്മയുടെ രൂപം, സീക്രട്ട് ഹാർട്ട് ജീസസിൻ്റെ രൂപം, കൃപാസനം അമ്മയുടെ രൂപമുണ്ട്, ഫോട്ടോയുമുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴേക്കും കൃപാസനം അമ്മയുടെയും പരിസ്ഥരൂപയുടെയും മാത്രം ലൈറ്റ് അവിടെ ഗ്ലോ ചെയ്ത് കിടന്നു. അപ്പോൾ ഈ സമയം നോക്കുമ്പോൾ മുറി കംപ്ലീറ്റ് ഇരുട്ടാണ്. പക്ഷേ ഈ 2 പിൻ ലൈറ്റ്സ് മാത്രം, ഗ്ലോ ലൈറ്റ്സ്, ഇതിലേക്കുള്ള പോയിൻ്റ് ചെയ്യുന്ന ലൈറ്റ് മാത്രം ഗ്ലോ ചെയ്യുന്നു. ഇവരുടെ ഈ കൃപാസന അമ്മയുടെ രൂപവും പരിസ്ഥരൂപിയുടെ ഒരു പ്രാവിൻ്റെ രൂപമാണ്, അത് രണ്ടും മാത്രം ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ ഞാൻ 2 സ്വിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് എല്ലാം ഓഫ് കണ്ടീഷനിലാണ്. ഞാൻ ഉടനെ തന്നെ 2ൻ്റെയും ഞാൻ ഫോട്ടോ എടുത്തു. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ഞാനത് കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ 2 ഇമേജസും ഉണ്ട്. ഞാൻ കുറച്ച് പേരെങ്കിലും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അമ്മയുടെ പ്രസൻസ്, അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. അത് നടക്കുന്ന ഓഗസ്റ്റ് 5 അങ്ങനെ 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 5 എനിക്ക് വിടുതലിൻ്റെ ആ ഒരു ഓർഡർ, അപ്രൂവൽ അതെനിക്ക് കിട്ടുകയാണ്. അങ്ങനെ അമ്മയുടെ പ്രസൻസ് ഒത്തിരിയധികം അനുഭവിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. ഇനിയും അമ്മ എന്നിലൂടെ ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്നും എനിക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്ന പോലെ നമ്മൾ ഒത്തിരിയധികം കഷ്ടപ്പെടുകയും ഞെരുക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഈശോയുടെ പ്രസൻസ് നമുക്ക് ഒത്തിരിയധികം അനുഭവിക്കപ്പെടുക. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് എവിടേക്ക് ഇപ്പോഴൊക്കെ അസ്വസ്ഥതകൾ വരുന്നുണ്ടോ, അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റേണ്ടത്.
പലപ്പോഴും നമ്മൾ അറിയാത്ത കാര്യം ഇതാണ്, ഞാനുൾപ്പെടെ കുറേ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമ്മളതിനൊക്കെ പഴിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു കൃപാസനത്തിൽ വരണതിന് മുമ്പ്. പക്ഷേ കൃപാസനത്തിന് വന്നതിന് ശേഷമാണ് എങ്ങനെ ഈ ഞെരുക്കങ്ങളെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു ട്രംപ് കാർഡാക്കി ഇൻവെസ്റ്റ്മെൻറ്റാക്കി മാറ്റാം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്രയധികം അമ്മ മാതാവ് എടുത്തുയർത്തുകയുണ്ടായത്. ഇത് ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നു. കൂടാതെ കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു പള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന കാര്യങ്ങൾ അച്ഛൻ്റെ വായിൽ നിന്ന് ഉടനെ തന്നെ പഠിച്ചെടുക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ പോലത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഇവിടെ എൽസി എൻ്റെ കൂടെയുണ്ട്, അതുപോലെ ലിജോ, ജോമോള്, ഞങ്ങളെല്ലാവരും ഒരൊറ്റ നിരയിൽ ഇരുന്ന ഏകദേശം 9 ആഴ്ചയോടെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു മാറാതെ. ഞാനൊക്കെ അന്നേരം വരുന്നത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ്. ഞാനൊരു ബ്ലൂവും ഗ്രീനും ഡ്രസ്സാണ് ഇട്ടിരുന്നത്. എനിക്കെന്തോ ആ ഡ്രസ്സ് ഇടാനാണ് തോന്നിയത്. പക്ഷെ അതെനിക്ക് വ്യാഖ്യാനിച്ച് തന്നത് എൻ്റെ ഫ്രണ്ട് എൽസിയാണ്. എൽസി പറഞ്ഞു, നോക്ക് അത് പരിസ്ഥമയുടെ തിരിയുടെ നിറമാണെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ എന്തോരം കരുതുന്നു എന്ന്. അങ്ങനെ കഴിഞ്ഞ ഏകദേശം 9 ആഴ്ചയിൽ കൂടുതൽ ഞാൻ ഇവിടെ തന്നെ ഒരേ പൊസിഷനിലിരുന്ന് അമ്മയുടെ അടുത്ത് നിരന്തരം പ്രാർത്ഥിച്ച് അങ്ങനെ ഈ അമ്മ മാതാവ് എനിക്കൊരു അനുഗ്രഹം ചെയ്തു തന്നതാണ്. ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ ആവശ്യപ്പെടുന്ന എല്ലാ കാരുണ്യപ്രവൃത്തികളും ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. നേർച്ച പുതിച്ചോറ് കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഞങ്ങൾ ഒന്നിച്ച് അത് ചെയ്യുമായിരുന്നു. ഏകദേശം 80 പേർക്കൊക്കെ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഒരു 10 പേർക്ക് തന്നെ ഉണ്ടാക്കാൻ സമയം എനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരാളാണ് ഞാനത് ചെയ്തത്. എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ അടുക്കളയിൽ മാത്രം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് ചെയ്യുന്നത്. ഞാനിത് കുക്ക് ചെയ്യും, ഹസ്ബൻഡ് പാക്ക് ചെയ്യും, ഹസ്ബൻഡ് വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്ത് പോയി നിൽക്കും, ഞാനതെല്ലായിടത്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊതിച്ചോറ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അനുഗ്രഹം ചിലപ്പോൾ എനിക്ക് ചില ആൾക്കാർ വഴിയരികെ പറയും, ഇത് നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണോ, ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ അടുക്കളയിൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണ്, ഓർഗനൈസേഷനൊന്നും അല്ല എന്ന് പറയും. എന്നിട്ട് അടുത്ത ആഴ്ച ഇവിടെ വന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കുമ്പോഴായിരിക്കും ജോസഫ് അച്ഛൻ പറയുക, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കരുത്, അത് ഈശോയിലേക്ക് കൊടുക്കണമെന്ന്. അത് കേട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ അപ്പോഴും ഏതോ ഒരു ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ല, ഇത് ഈശോയുടെ മഹത്വത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ മറ്റുള്ള സഹോദരന്മാർക്ക് നന്മ ചെയ്യണമെന്നല്ല ഈശോ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ മാത്രമാണെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും എനിക്കുണ്ടാവും. അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം ബ്ലെസ്സിങ്സായി മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൃപയുണ്ട്, നമ്മുടെ എറണാകുളം ജയിൽ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് സാറിൻ്റെ പെർമിഷനോട് കൂടി ഞാൻ അവിടെ കൗൺസിലിങ്ങിന് പോകാറുണ്ട്. അങ്ങനെ ധാരാളം യങ്സ്റ്റേഴ്സ് അവരെ കൗൺസിൽ ചെയ്യാനും ഞാൻ ഇന്നലെ കൂടെ പോയിരുന്നു. ഇന്നലെ പോയപ്പോഴേക്കും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു, ഒരു യങ്സ്റ്ററായിരുന്നു. ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഞാൻ ഉടമ്പടി തൈലം ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച, മോനെ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ഓർഡർ വരികയാണ്, അവന് ജാമ്യം കിട്ടിയതായിട്ട്. അവനങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരേ കേസിൽ ഓരോ അസ്വസ്ഥതയിൽ പെട്ടെടുക്കുന്ന കേസിലുള്ള യങ്സ്റ്റേഴ്സ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, എല്ലാവരും യങ്സ്റ്റേഴ്സാണ്, പല മതത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരുടെ അടുത്തെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പറയാനും അമ്മയുമായിട്ട് അടുപ്പിക്കാനും ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ ഈ ഒരു ഉടമ്പടിയിലൂടെ വന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുക എന്നുള്ളൊരു കൃപ. അത് വലിയൊരു അനുഗ്രഹമാണ്. കൂടാതെ ഇതിന് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ അമ്മ മാതാവിനോട് ഈശോനോടും കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈശോയെ എനിക്ക് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്, കാര്യം നല്ല ജോലിയാണ്, ശമ്പളം നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നിനും സമയം കിട്ടുന്നില്ല. ഞാനിങ്ങനെ ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. മിക്കവാറും ചില ദിവസങ്ങളിൽ ജോലിയുടെ സ്ട്രെസ്സ് കാരണം എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു വല്ലാത്തൊരു പോക്കാണ്, എനിക്കിതിൽ സന്തോഷമില്ല. അതുകൊണ്ട് ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തുണ്ടോ അതൊന്നും മാറ്റിത്തരണേ, എനിക്കത് ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിരുന്നു. അതിന് ശേഷമാണ് പെട്ടെന്ന് ഈ ഓരോ തീരുമാനങ്ങളിലേക്ക് ഞാൻ നടന്നു പോയത്. ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകാനുള്ള കൃപയുണ്ടായി. കൃത്യമായിട്ട്
കുമ്പസാരിക്കുക എന്നുള്ള കാര്യമൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല. വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ തിരക്കൊക്കെ കൊണ്ട് മനഃപൂർവ്വമല്ല, അങ്ങനെ പറ്റുന്നുള്ളൂ. പക്ഷേ കൃപാസനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കറക്റ്റ് 14-ാം ദിവസം കുമ്പസാരിക്കുക. അങ്ങനെ കൃപാസനം നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഈ പ്രവൃത്തികൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ജ്ഞാനം ഉണ്ടായി. കാരണം നമ്മൾ ശുദ്ധതയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈശോയോട് നേരിട്ട് സംസാരിക്കാനുള്ള ആ ഒരു റൈറ്റ് നമുക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ അടുത്ത് ജോസഫ് അച്ഛൻ ആവശ്യപ്പെടുന്ന ഈ ഒരു നിബന്ധനകൾ തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മളുടെ വേവ് ലെങ്ത് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തെടുക്കുമ്പോൾ അത് ട്യൂൺ ചെയ്യുമ്പോൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് കൃപാസനം മരിയൻ പദ്ധതി. അതുവഴി നമ്മുടെ നിത്യതയിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ നിത്യജീവൻ കരസ്ഥമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതാണ് ഞാൻ ഈ ഒരു മരിയൻ പദ്ധതി കൂടി പഠിച്ചത്. അതിനോട് ഞാൻ ഒത്തിരിയധികം സന്തോഷിക്കുന്നു. ഞാൻ പത്രങ്ങൾ ഏകദേശം 104 കെട്ട് പത്രങ്ങൾ എനിക്ക് മേടിച്ച് സഹോദരങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു കെട്ടൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് ഇത്തിരി ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ഹരമായി മാറി. ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പോയി. അതിനിടയ്ക്ക് ഞാൻ UK പോയിരുന്നു. UK പോയ സമയത്ത് ഞാൻ വിസിറ്റിംഗ് ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ആദ്യം ഞാൻ പോയിരുന്നു. അന്നേരം പോയപ്പോൾ 4 കെട്ട് ഇംഗ്ലീഷ് പത്രങ്ങളുമായിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയി ഞാൻ എല്ലാവർക്കും ഒന്നും പേടിക്കാതെ ഒന്നും നോക്കാതെ മനോഹരമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ ഒരു യാത്രയിൽ എൻ്റെ ഈ ഫോൺ നഷ്ടപ്പെടുകയുണ്ടായി. നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ട് എൻ്റെ ഒരു കോട്ട് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ വല്ലാതെ വിഷമിച്ച ഒരു സംഗതിയാണ്. എൻ്റെ ഈ ഫോൺ നഷ്ടപ്പെടുന്ന ഹീത്രൂ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞാനത് അറിയുകയാണ് നഷ്ടപ്പെട്ടെന്ന്. ഒന്ന് ഓർത്ത് നോക്കണേ, നമ്മൾ ഒരു കൺട്രിയിൽ, ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിലെത്തിയിട്ട് ഫോണില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. പക്ഷേ ഇത് നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഒട്ടും ഷോക്ക്ഡ് ആവുന്നില്ല. ഞാൻ വളരെ കാമാണ്. ഞാൻ വളരെ കാമായിട്ട് എനിക്ക് എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്നു, ഇന്ത്യൻസും അവരുമൊക്കെ ആയിട്ട്. ഞാൻ അവർ വഴി എൻ്റെ ഹസ്ബൻഡായിട്ട് കണക്ട് ചെയ്ത് ഉടനെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഞാനൊരു അവസ്ഥയിൽ എൻ്റെ മകൾ അന്നേരം അവിടെ ഉണ്ട്, മോളുടെ അടുത്ത് എനിക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ സേഫായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞത്, ഫോൺ നഷ്ടപ്പെട്ടെങ്കിൽ ഇനി അത് നോക്കേ വേണ്ടമ്മ, അത് പോയി. കാരണം UK ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മിസ്പ്ലേസ് ആയിക്കഴിഞ്ഞാൽ അത് നോക്കേ വേണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹീത്രൂ എയർപോർട്ടിൻ്റെ ലോസ്റ്റ് ആൻഡ് ഫൈൻ സൈറ്റിൽ അവർ അവിടെ ഒരു ഫോൺ, എൻ്റെ OnePlus Note ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ നോക്കിയപ്പോൾ നഷ്ടപ്പെട്ട ഡേറ്റ് എൻ്റെ നഷ്ടപ്പെട്ട ഡേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫോൺ തന്നെയാണെന്ന്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു, എനിക്കത് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ റെസ്പോൺസൊന്നും വന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫോണാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായിട്ട് പാസ്വേഡ് പറഞ്ഞ് അത് ഓൺ ചെയ്യുകയും ചെയ്തു. തിരിച്ച് ഞാൻ നെടുമ്പാശ്ശേരിയിൽ വന്നു. എൻ്റെ കോട്ട് അവിടെ വെച്ച് നഷ്ടപ്പെട്ടിരുന്നല്ലോ. അതിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് അവിടുത്തെ ഓഫീസർ വളരെ പൊളൈറ്റായിട്ട് എൻ്റെ അടുത്ത് ഇടപെടുകയുണ്ടായി. പറഞ്ഞു, നിങ്ങളുടെ കോട്ട് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഭദ്രമായിട്ട് എൻ്റെ കോട്ട് അവർ മടക്കി വെച്ചേക്കുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യം അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ഞാൻ അനുഭവിക്കാനിടയുണ്ടായത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അമ്മ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ ബർത്ത്ഡേയുടെ അന്നാണ്. അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്കിതെല്ലാം മനോഹരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനും സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഇത് വലിയൊരു കൃപയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഓരോ നിബന്ധനകളും മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചതിനും അതിന് എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരിയധികം സഹായിച്ചു. ആത്മീയമായിട്ടുള്ള വളർച്ച വളരെയധികം, ആത്മീയമായ വളർച്ചയ്ക്കാണ് ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ആത്മീയമായ വളർച്ചയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് വന്നു ചേർന്നോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ പ്രൊട്ടക്ഷന് ഒത്തിരി നന്ദി. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും എല്ലായിടത്തും പോകുമ്പോഴും കൃപാസനം മാതാവിൻ്റെ മെഡൽ എൻ്റെ കയ്യിൽ കൂടെ ഞാൻ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് പകർന്നു തന്നത്. ഇതുകൂടാതെ എനിക്ക് കുറേയധികം ഹെൽത്ത് വൈസായിട്ടുള്ള ബ്ലെസ്സിങ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എൻ്റെ പോസ്റ്റ് ബോക്സിൽ ഒരു എൻവലപ്പ് എടുക്കാൻ നോക്കി തുറന്നപ്പോഴേക്കും ഉടനെ ഒരു മഹാളി ഉണ്ടല്ലോ, കടന്നിൽ വന്ന് എൻ്റെ വിരലിൽ കുത്തുകയാണ്. അപ്പോൾ കടന്നിലൊക്കെ കുത്തി കഴിയുമ്പോഴേക്കും അറിയാമല്ലോ, അത് വീർത്ത് വരും. ഇത് കുത്തി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ ഓർമ്മയിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് വിതറാൻ നോക്കിയത്. ഞാൻ മഞ്ഞൾപ്പൊടി, പക്ഷേ വിതറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഓർത്തി ഞാനതിന് ഈ മഞ്ഞൾപ്പൊടി വിതറുന്നത്. എനിക്ക് ഉടമ്പടി തൈലം ഉണ്ടല്ലോ, ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പുരട്ടി. അതിനുശേഷം ആ വിരലിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഒന്നും വീർക്കുകയോ വേദനയോ ഒന്നും ഉണ്ടായില്ല. അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട്.
പിന്നെ ഒരു ദിവസം എൻ്റെ കാല് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ധൃതിക്ക് വാതിലടിച്ചതാണ്. വാതിലടിച്ചപ്പോൾ എൻ്റെ നമ്മുടെ തള്ളവിരലുണ്ടോ കാലിൽ ശക്തിയായിട്ട് അടിച്ചുകൊണ്ടു. വേദനയുണ്ട്, പക്ഷേ ടൈമിന് എത്തിയേ പറ്റൂ. ഞാനതൊന്നും കണക്കാക്കിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്താൽ പോകുന്നത്. നമ്മൾ ബ്രേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഈ റൈറ്റ് ലെഗിൻ്റെ ടോ ഫിംഗറാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് പോയി. അവിടെ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കരിനീല നിറത്തിൽ കിടക്കുവാണ്. ഞാൻ ഉടമ്പടി തൈലം അന്നേരം തന്നെ തൂത്തിട്ടാണ് ജോലി സ്ഥലത്ത് പോയത്. പക്ഷേ ആ കരിനീല നിറത്തിൽ കിടന്നിരുന്നത് തിരിച്ചു വന്നപ്പോഴേക്കും ടോട്ടലി ഹീൽഡായിരുന്നു. ഒരു വേദനയില്ല, ഒന്നുമില്ല. പിന്നെ അതുകൂടാതെ ഞാൻ ഇതുപോലെ തിരക്കിൻ്റെ ഇടയിൽ ഓട്ടത്തിനിടയിൽ ഒരിക്കൽ വീഴുകയുണ്ടായി. എൻ്റെ മുട്ടുകാലടിച്ചിട്ട് വീണ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് തീർന്നു എന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം ഞാൻ ഭക്തിപൂർവ്വം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പുരട്ടുകയുണ്ടായി. യാതൊരു അപകടവും വരാതെ ഞാൻ ഹീൽഡ് ആവുകയാണ്. അങ്ങനെ ഒത്തിരിയധികം ബ്ലെസ്സിങ്സ് എനിക്കുണ്ടായി. പിന്നെ കൂടാതെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6 നിയോഗത്തിൽ 3 ആധ്യാത്മികമായ കാര്യങ്ങളും 3 ഭൗതിക കാര്യങ്ങളുമാണ് വെച്ചിരുന്നത്. ഈ 3 ഭൗതിക കാര്യങ്ങൾ അമ്മ എനിക്ക് നേടിത്തന്നു. അതിൽ 3-മത്തേത്, ഞാൻ ഓവർ സ്ട്രെസ്സ് കാരണം പെട്ടെന്ന് എൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു കറുത്ത നിറത്തിൽ പാടുകൾ പോലെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, സ്കിൻ ഡോക്ടർ, ഇവരെല്ലാവരെയും കണ്ടു. ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം എല്ലാവരും പറയുന്നുണ്ട് സ്ട്രെസ്സ് കാരണം കൊണ്ടാണ്, മര്യാദയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ്, അങ്ങനെയുള്ള. അപ്പോൾ എനിക്കത് അറിയുകയും ചെയ്യാം. ഞാൻ മെഡിസിനൊന്നും എനിക്ക് കിട്ടുന്നില്ല, കാരണം ഡോക്ടേഴ്സിനൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ജൂൺ 8 തീയതി 2024 തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറെ ഞാൻ പോയി കാണുന്നു. ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് എന്നുള്ള രീതിയിൽ. അതായത് ലൈക്കൻ പ്ലാനിസ് എന്നാണ് അതിൻ്റെ പേര്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ്സ് പാടില്ല. പിന്നെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കിടന്നുറങ്ങണം, ധാരാളം വെള്ളം കുടിക്കണം, റെസ്റ്റാണ്. അധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എൻവയൺമെൻറ്റ്, അതിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മാറണം എന്ന്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അമ്മ കാണിച്ചു തരികയാണ്. എനിക്ക് അമ്മ എടുത്ത തീരുമാനം സ്ട്രെസ്സിൽ നിന്ന് മാറുക, റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ജൂൺ 8 തീയതി 2024 ഈ ഒരു അസുഖത്തിനെ പറ്റി ഓർത്ത് ഞാൻ ഒട്ടും വേവലാതിപ്പെടുന്നില്ല. കാരണം ഇത്രയും അധികം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ, അനുഗ്രഹിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അമ്മ എനിക്കത് പൂർണ്ണമായ സൗഖ്യം എനിക്ക് തരുമെന്ന് 100% ഉറപ്പുണ്ട്. ഇനിയും ഞാൻ സാക്ഷ്യം വരാൻ ഈ ഒരു അൾത്താരയിൽ അമ്മേനെ അനുഗ്രഹിക്കുന്നു ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് ഈ എല്ലാ അനുഗ്രഹിച്ചു തന്ന ഈ ഒരു തിരുവൾത്താരയ്ക്കും നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ജോസഫ് അച്ഛനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് സാലിയ റെക്സ് എന്ന സഹോദരിയാണ്. ഈ സഹോദരി പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ആലയത്തോട് അഗാധമായിട്ട് ബന്ധമുള്ള, കഴിയുന്നതും എല്ലാ ആഴ്ചകളിലും തന്നെ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കുവാനായിട്ടും ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സഹോദരി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എത്രത്തോളം തൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നുവെന്നും ഉടമ്പടി ജീവിതത്തിൽ എത്രത്തോളം ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഉടമ്പടി ധ്യാനത്തിലെയും ഉടമ്പടി ആരാധനയിലുമൊക്കെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ വിലക്കെടുത്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരിയും ഇവരുടെ കുടുംബവും ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ആഴ്ചയിലുള്ള ഉടമ്പടി ആരാധന കൂടണമെന്ന് ഉടമ്പടിയിൽ നമ്മൾ പറയാറുള്ളതാണ്. ഉടമ്പടി ആരാധന കൂടുമ്പോൾ ഉടമ്പടി സഖ്യവുമായിട്ട് കൃപാസനവുമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കുവാനും നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ബോധ്യമുണ്ടാകുവാനായിട്ടും ഉടമ്പടി ആരാധന നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ആരാധനയിൽ പങ്കുചേരേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുവാനായിട്ടും നമ്മളുടെ ഉടമ്പടിയിലുള്ള അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാനായിട്ടും കൂടുതൽ വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പരിശ്രമിക്കുക. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം.